അൽഫാമിന്റെ പോയാന്നോ? അല്ലല്ലോ. ഏട്ടാ ഇവിടെ എന്തോ ഉണ്ട് ഏട്ടാ. ശ്യാമണ്ണ വി മിസ് യു. ഇത്രയുമാണ് നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ്. പെട്ടെന്ന് ഒരുങ്ങാം. ഞാൻ നല്ലതായിരുന്നു. ഞാൻ ട്രൈപോഡ് എടുത്തില്ല, അതൊന്ന് പൗഡർ ദാ ഈ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ നീണ്ടു നിവർന്ന് പരന്നു കിടക്കുന്ന ഈ തേയിലത്തോട്ടവും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളിപ്പോഴും മൂന്നാർ തന്നെയാണ് കേട്ടോ. ആദ്യത്തെ ദിവസം ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിന്റെ ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ഇറങ്ങി വന്ന കോടയും അതുപോലെ തന്നെ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന തണുത്ത വെള്ളമൊക്കെ കൈക്കുമ്പിളി പിടിച്ച് ആദ്യത്തെ ദിവസം അങ്ങനെ തള്ളി നീക്കുകയാണ് കേട്ടോ. മുകളിൽ നിന്ന് ഇനി ബസ് കയറി താഴെ പോകണം. അതും ഇരവികുളം നാഷണൽ പാർക്കിന്റെ തന്നെ ബസ്സാണ് കേട്ടോ. അപ്പൊ ഈ തേയിലത്തോട്ടത്തിന് അടുത്തൂടെ പോകുന്ന യാത്രയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫസ്റ്റ് വ്ലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടിട്ട് വേണം ഇത് കാണാൻ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ താണ്ട ബസ് താഴെ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി കയറി ഇനി നേരെ പോകുന്ന എങ്ങോട്ടാണെന്നറിയാവോ? മൂന്നാർ വന്നിട്ട് മൂന്നാർ സ്പെഷ്യൽ ഒരു ചായ കുടിക്കണ്ടേ? അതിനിപ്പോൾ വലിയ കടയൊന്നും വേണ്ട, നമ്മുടെ ഒരു തട്ടുകട സ്റ്റൈലിൽ നിന്നൊരു ചായ ഒക്കെ കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ നേരെ മൂന്നാർ ടൗണിൽ ഒന്ന് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ, നല്ലൊരു ചായക്കട കിട്ടുന്നവരെ. അപ്പം നമ്മുടെ മൂന്നാർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചൊരു കടയാണിതാ ഈ ചേച്ചിയുടെ ചേട്ടനെ കട. അടിപൊളി ഏലക്കിട്ട ചായയും അതുപോലെ തന്നെ ചൂട് ചൂട് മുളക് ബജിയൊക്കെ ഞങ്ങൾ അവിടുന്ന് കഴിച്ചു കേട്ടോ. ഈ മുളക് ഒടുക്കത്തെരിയാട്ടോ. പിന്നെ മുളക് ബജിയായ കുറച്ച് എരിയൊക്കെ വേണ്ടേ? അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ നേരെ പോകുന്ന റൂമിലോട്ടാണ് കേട്ടോ. പോകുന്ന വഴിയെല്ലാം നല്ല പോലെ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. നമ്മൾ AC ഒന്നും വിടാതെ കാറിൽ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള തണുപ്പൊക്കെ അനുഭവിച്ച് ഇങ്ങനെ പോകുക എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫീലിംഗ് ആണ്. അൽഫാമിന്റെ പോയാന്നോ? അല്ലല്ലോ. ദൈവമേ, എൻ്റെ ചോദ്യം കേട്ടില്ലേ? ആദ്യമൊക്കെ ഈ കടയുടെ മേളിൽ ഇങ്ങനെ മഞ്ഞും ആ ഒരു കോടയൊക്കെ കാണുമ്പോൾ ഞാൻ പറയായിരുന്നു ഇനി അൽഫാം ഉണ്ടാക്കുന്നതിൻ്റെ പുഹയും കാണുവാന്നോ? നമ്മൾ കൊല്ലത്തുകാരൊക്കെ രാത്രി ടൗണിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണുന്ന അൽഫാമിൻ്റെ പുഹയല്ലേ? നമ്മളെ കുറ്റം പറയാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ കോടയൊക്കെ കണ്ട് വണ്ടിയൊക്കെ ഓടിച്ച് നേരെ പോയത് രാത്രിത്തേക്കുള്ള ഫുഡ് വാങ്ങാനാണ് കേട്ടോ. കാരണം ബജ്ജിയും ചായയും കുടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി നേരെ ഞങ്ങൾ റൂമിൽ പോയി കേട്ടോ. നമ്മൾ മൂന്നാർ തന്നെയുള്ള കാൻഡിൽവുഡ് ഹോം എന്ന് പറയുന്ന ഒരു സ്റ്റേ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ ഇതിനൊക്കെ വരുമ്പോൾ ബുക്കൊക്കെ ചെയ്തിട്ട് വരിക കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് റൂമൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഒരു റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ല റൂമായിരുന്നു, നല്ലൊരു സ്റ്റേ ഒക്കെ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണ്. നല്ല റൂമും നല്ല ഡീസൻറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനുമായിട്ട് സ്റ്റേ ചെയ്ത് ആ നേരെ കാണുന്ന റൂമിലായിരുന്നു. മുകേഷിൻ്റെ ഫാമിലിയുടെയും റൂം എന്ന് പറയുന്നത് അപ്സ്റ്റേഴ്സ് ആയിരുന്നു, മുകളിലായിരുന്നു. അപ്പം അവരങ്ങോട്ടും പോയി, ഞങ്ങൾ ഞങ്ങളുടെ റൂമിലും കയറി. ഇപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ചേച്ചിക്കൊക്കെ മണ്ടത്തരത്ത് ഹോം സ്റ്റേ ഒക്കെ ഉണ്ടായതുകൊണ്ട് അവരുടെ ഒരു ക്ലീൻനെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ അതേ കണക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള നീറ്റായിട്ടുള്ള റൂമും വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. കുഴഞ്ഞെനിക്ക് വയ്യ. എല്ലാവരും നല്ലപോലെ ടയർഡായിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ തൊട്ട് എല്ലാവരും ഇരിക്കുകയല്ലേ, ഒന്ന് കിടക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ, ഒരു പൊടി പോലും ഇല്ലായിരുന്നു കണ്ടുപിടിക്കാൻ. പിന്നെ പറയുകയാണെങ്കിൽ നമുക്കൊരു ഫുഡൊക്കെ കഴിക്കാൻ ടേബിൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു TV ഉണ്ടായിരുന്നു. TV ഒന്നും നമ്മൾ വെച്ചൊന്നും ഇല്ല. പിന്നെ എന്താണ് നല്ലൊരു കിങ് സൈസ് ബെഡൊക്കെയാണ്. പിന്നെ അതുപോലെ ക്ലൈമറ്റിൽ നമുക്ക് AC ഒന്നും ആവശ്യമില്ലായിരുന്നു. ബുക്ക് ചെയ്യാൻ നമ്മൾ AC റൂമൊക്കെ നോക്കിയെങ്കിലും ഏട്ടൻ പറഞ്ഞു വേണ്ടി വരത്തില്ല, അവിടെ ചെല്ലുമ്പോൾ നിനക്ക് മനസ്സിലാവുന്നു. എനിക്ക് അവിടെ ചെന്നപ്പോൾ അത് മനസ്സിലായി കേട്ടോ. ഇവിടെ എന്തോ ഉണ്ട്, ബാൽക്കണിയാണോ? ഏട്ടാ
നമ്മൾ പകൽ സമയമൊന്നും റൂമിൽ സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്തപ്പം ബാൽക്കണി ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നോർമൽ റൂം, ക്ലീൻ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള റൂമാണ് ബുക്ക് ചെയ്തത്. പക്ഷെ നമുക്കൊരു ബാൽക്കണിയൊക്കെ ഉള്ള റൂമാണ് കിട്ടിയത്. നമ്മൾ അവിടെ നിന്നാണ് നൈറ്റ് ഫുഡൊക്കെ കഴിച്ചത് എല്ലാവരുമായിട്ട്. അപ്പം റൂം അത്രയേ ഉള്ളൂ, നല്ലൊരു റൂമാണ്. ആർക്കെങ്കിലും സ്റ്റേ ചെയ്യണമെങ്കിൽ മൂന്നാറിൽ വരുന്ന ടൈമിൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ റൂം സെലക്ട് ചെയ്യുക കേട്ടോ, നല്ലതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ശ്യാമണ്ണനെ വീഡിയോ കോളൊക്കെ വിളിച്ചു. ശ്യാമണ്ണൻ നമ്മുടെ ഒരു ട്രിപ്പിന് വരേണ്ടായിരുന്നു, പക്ഷേ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ കാരണം ശ്യാമണ്ണന് വരാൻ പറ്റിയില്ല കേട്ടോ. അടിപൊളി റൂമാണ്. ശ്യാമണ്ണ വി മിസ് യു. ശ്യാമണ്ണ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ ട്രിപ്പിലും കാണുന്നത്. നമ്മൾ വണ്ടർലയിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു, പിന്നെ പൊന്മുടി പോയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം ഈ വട്ടം ശ്യാമണ്ണന് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് വരാഞ്ഞേ. അപ്പോൾ സാരില്ല, ശ്യാമണ്ണായിട്ടിന് ഒരു വട്ടോടെ വരാമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ലാപ്പിലോട്ടൊക്കെ ആക്കണമായിരുന്നു, കാരണം എന്നാൽ മാത്രമേ തുടർന്ന് വ്ലോഗ് എടുക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷായി റെഡി ആവണം, കാരണം അവരപ്പുറത്തെ റൂമിൽ നിന്ന്, അതായത് മുകേഷ് അണ്ണനും ശ്രുതിയൊക്കെ ഫുഡ് കഴിക്കാൻ താഴോട്ട് വരാമെന്ന് പറഞ്ഞു. നമുക്ക് ബാൽക്കണി ഇരുന്ന് എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്നതാണൊക്കെ അവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. സമ്മറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തണുപ്പ് കുറവാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അതാ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് എനിക്ക് മുഖമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിഞ്ഞു വന്നപ്പോൾ ഞാൻ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം എടുത്തു വെച്ച് ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. പ്ലേറ്റ്സ് വാങ്ങിയില്ലായിരുന്നു, അങ്ങനെ റൂമിൽ നിന്ന് നമുക്ക് 2 പ്ലേറ്റ് തന്നു. അപ്പം നമ്മൾ എന്താണ് എല്ലാവരും കഴിച്ചു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സ്റ്റേ ട്രിപ്പിനൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ പോയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്രിൽഡ് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അൽഫാമാണ് തിരക്കിയത്, അതാകുമ്പോൾ കുറച്ചുകൂടെ മസാലയൊക്കെ കാണുമല്ലോ. അപ്പം അങ്ങനത്തെ കിട്ടിയില്ല, എങ്കിലും ഉച്ചയ്ക്കുള്ള തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആയിരുന്നുകൊണ്ട് ഇത് സ്വർഗ്ഗമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഡ്രൈയും ഫ്രൈഡ് റൈസും പൊറോട്ടയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരുടെ ഫുഡ് കഴിച്ച് അന്ന് കിടന്നുറങ്ങി. അപ്പം ഇതെന്ന് പറയുന്നത് മൂന്നാറിലെ ഞങ്ങളുടെ 2ാമത്തെ ദിവസം രാവിലെയാണ് കേട്ടോ. സാധാരണ ഞാൻ എന്നും രാവിലെ എണീറ്റ് ചെയ്യാറുള്ള കാര്യം ഞാനൊന്ന് ആലോചിച്ച് നോക്കി. അന്ന് ഞാൻ ഫസ്റ്റ് രാവിലെ എണീറ്റ് അടുക്കളയിൽ പോവും, പിന്നെ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കും, കൊണ്ടുള്ള കറിയുടെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ അതൊക്കെയാണ് സാധാരണ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് ഇന്ന് ചെയ്തതെന്ന് എനിക്ക് തോന്നി. കാരണം ഇങ്ങനെ എണ്ണീറ്റ് ഒരു പ്ലസൻറ്റ് ക്ലൈമറ്റിൽ, നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റിൽ ഇങ്ങനെ ഇരുന്ന് ഒരു വ്യൂ നോക്കി ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ. അതങ്ങനെ എല്ലാ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ഭാര്യമാർക്കും കിട്ടുന്നൊരവസരമല്ല. അതുകൊണ്ട് എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ പറ്റുമ്പോൾ വൈഫുമാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരെയൊക്കെ കൊണ്ട് ഇതിനൊക്കെയുള്ള ട്രിപ്പ് പോവുക. കാരണം അവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണട്ടെ. നമ്മൾ അടുക്കള മാത്രമല്ല, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നൊക്കെ അവർ കാണുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. അപ്പം ആമ്പിള്ളേർ മാത്രം ട്രിപ്പ് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ ഇറങ്ങുന്നേ, അല്ലാതെ പിന്നെ ചുമ്മാ എന്തോ ലൈഫെന്ന് പറയുന്നേ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ഏട്ടനോട് എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് തോന്നി കേട്ടോ. കാരണം ഏട്ടൻ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ഞാൻ ഇതൊക്കെ കാണാനും എടുക്കാനും തുടങ്ങി. പണ്ട് കോളേജിൽ നിന്നൊക്കെ ടൂറിന് പോയിട്ടുണ്ട്, എന്നാൽ അതല്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ ഫ്രഷായി ഞങ്ങൾ റെഡി ആവുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഐലൈനർ, നമ്മുടെ ലിപ്സ്റ്റിക്, പിന്നെ ഐബ്രോ പെൻസിൽ, ഇത്രയുമാണ് നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ്. പെട്ടെന്ന് ഒരുങ്ങാം, നല്ല, അല്ലെങ്കിൽ അവർ വരുമ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൈൻഡിൽ, ഭയങ്കര കൂളായിട്ടൊരു ക്ലൈമറ്റിൽ എന്താണ്ട് റെഡി ആവുകയാണ്. എനിക്ക് മുഖത്ത് പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പേ മുടി ഒന്ന് വാരി കെട്ടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. നിങ്ങളും അതാണ് കാണോ, ഈ മുഖത്ത് ഇങ്ങനെ മുടി കിടക്കുമ്പോൾ ഒരു ത്രില്ലും കാണത്തില്ല പൗഡറൊക്കെ പൊത്താൻ. അതുകൊണ്ട് ഞാൻ മുടിയെല്ലാം വാരി കെട്ടി വെച്ചിട്ട് പിന്നെ അങ്ങ് പരിപാടി തുടങ്ങി ഗൈസ്. പൗഡർ പുത്തൽ പൗഡർ പുത്തൽ പൗഡർ 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 പുത്തൽ. നമ്മുടെ ഐലൈനർ നമ്മുടെ ഡാർസിലറിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനർ.
ഞാൻ ആദ്യമായിട്ട് ഐലൈനർ യൂസ് ചെയ്യാൻ തുടങ്ങിയ ടൈം തൊട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ ഐടെക്സിൻ്റെ ഐലൈനർ എന്ന് പറയുന്നത്. അന്ന് ഞാൻ ആദ്യമായിട്ട് തന്നെ വാങ്ങിയൊന്നും അല്ല കേട്ടോ. വീട്ടിൽ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി അപ്പോൾ ഇതിനൊക്കെയുള്ള ഐലൈനറും പൊട്ടും കരിയൊക്കെ വാങ്ങി വെക്കും. അതൊക്കെ ഇസ്കി ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്ഥിരം പരിപാടി. അവളാണെങ്കിൽ അതൊക്കെ തരാൻ വേണ്ടി 5ഉം 10ഉം ഒക്കെ മേടിക്കും. അതുപോലെ തന്നെ കൈയൊക്കെ തടവിപ്പിക്കും, കാലൊക്കെ പെഡിക്യൂറൊക്കെ ചെയ്യിക്കുമായിരുന്നു. അതൊക്കെ ചെയ്യിച്ചായിരുന്നു അവളുടെ നിന്ന് നെയിൽ പോളിഷും ഐലൈനറും ഒക്കെ ഞാൻ ഇസ്ക്കുന്നത്. അപ്പം ഇത് കണക്ക് എന്താണ് പീഡനങ്ങൾ അനുഭവിച്ച് ഇതൊക്കെ ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് മേടിച്ച് അനിയത്തിമാരുണ്ടെങ്കിൽ പറയണേ. നമ്മുടെ വിധി. അപ്പം എന്നിട്ടും ഇത്രയും നാളായിട്ടും ഞാൻ ഇതുവരെ ഈ ഒരു ബ്രാൻഡ് മാറ്റി പിടിച്ചിട്ടില്ല. എന്തോ കൈക്ക് അങ്ങ് അത് വഴക്കമായി ഗൈസ്. ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ബ്രാൻഡഡൊക്കെ ഇതൊക്കെ ഡാസ്ലറിൻ്റെയും അതുപോലെ തന്നെ മാഴ്സിൻ്റെയൊക്കെ ഐലൈനർ എന്ന ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എനിക്ക് ആ ഡാസ്ലർ അങ്ങോട്ട് മാറ്റാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഡാസ്ലറിൽ പിടിച്ചു തൂങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ടോ? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കൂടെ പറയാം. രണ്ടും ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഒന്ന് ഡാസ്ലറിൻ്റെ DLC025 എന്ന് പറഞ്ഞ ഷെയ്ഡും പിന്നെ അതുപോലെ തന്നെ മാസിൻ്റെ നമ്പർ 12 ഷെയ്ഡുമാണ്. രണ്ടും ഒരു ബ്രൗൺ ഷെയ്ഡാണ്. എന്നാലും പക്ക ബ്രൗൺ പറയുന്നത് ഡാസ്ലറിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു മാസിൻ്റെത് ഇട്ട ഒരു ഓറഞ്ച് കളർ കയറി വരുന്നുണ്ട്. കറക്റ്റ് ഒരു ബ്രൗൺ ഒന്നും അല്ല കേട്ടോ. പിന്നെ നമ്മൾ മറ്റേത് ഞാൻ ഇച്ചിരി തൂത്ത് കൊടുക്കും. എന്താ വെച്ചാൽ ഡാസ്ലറിൻ്റെ അതിൻ്റെ മുകളിൽ കുറച്ച് തൂത്ത് കൊടുക്കുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് ബ്രൗൺ പോലൊക്കെ വരാറുണ്ട്. അപ്പം എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിടുന്നുണ്ട്. ഭംഗിയല്ലേ? കൊള്ളാലോ? സൂപ്പറല്ലേ? നൈഷല്ലേ? അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് ഇഷ്ടമുള്ളതൊരു കാര്യമായിരുന്നു പിരിവ് എഴുതുക എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പിരിവ് എഴുതാതെ പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതൊക്കെ ചെയ്തായിരിക്കും കുറേയൊക്കെ പൊഴിഞ്ഞു പോകാനൊക്കെ തുടങ്ങി. അപ്പോൾ ചെറുതായിട്ടൊന്ന് കറുപ്പിച്ചില്ലെങ്കിൽ ഒരു ത്രില്ലില്ല കേട്ടോ. ഡാസ്ലറിൻ്റെ ഐലൈനർ കൂടെ കൂടിയ പോലെ തന്നെ കൂടെ കൂടിയ ഒരാളാണ് ഈ ഐടെക്സിൻ്റെ പൊട്ട് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. പണ്ടൊക്കെ പൊട്ട് മൂക്കിൻ്റെ മുകളിൽ വെക്കുന്നതായിരുന്നു ഇഷ്ടം. അപ്പോൾ അമ്മ പറയും ഇങ്ങനെ നെറ്റിയുടെ മുകളിൽ വെക്ക്. അപ്പം അന്നൊക്കെ അത് കേൾക്കുമ്പോൾ അങ്ങനല്ല അമ്മ, ഇതാ ഫാഷൻ എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം എന്തോ ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ നമുക്ക് തോന്നും അമ്മമാർ പറയുന്നതാണ് ശരിയെന്ന്. അപ്പം ഇപ്പം ഇങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരുക്കമൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുഖത്ത് ഒരുപാട് പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ പൗഡർ ഇടും, ലിപ്സ്റ്റിക് ഇടും, കണ്ണെഴുതും, പിന്നെ പിരിവൊന്നും ആയിരിക്കും. അല്ലാതെ എനിക്ക് ഫൗണ്ടേഷൻ, കൺസീലർ, ഐ ഷാഡോ അങ്ങനത്തെ സാധനം ഒന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ മേടിച്ച് ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ നാണ്ട് ഇനി നമുക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്യണം. അതാണ് ഇനി മെയിൻ പരിപാടി. മുടി സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ കരുതി ഞാനിപ്പോൾ സ്റ്റൈൽ ആൻഡ് ഹെയർ സ്റ്റൈലൊക്കെ ഇറക്കുമെന്ന്. പക്ഷേ എനിക്കൊന്നും അറിയില്ല കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം 10 സ്ലൈഡൊക്കെ കുത്തിക്കൊണ്ടൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ എനിക്ക് അറിയില്ല, എന്താണെന്ന് അറിയത്തില്ല. ഭയങ്കര പാടാണ്, എനിക്ക് ചേരാത്ത കണക്ക് തോന്നും. അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു സാധനമാണ് ഇതങ്ങ് ചേർത്ത് മൊത്തത്തിൽ അങ്ങ് വാരിക്കെട്ടും. ഇപ്പം ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് വെച്ചാൽ ഇതല്ലാതെ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് മാറിപ്പോയി. പിന്നെ കുഴപ്പമില്ല, ഇന്നത്തെ ഡ്രസ്സിന് ആ കളർ മതിയെന്നൊരു രീതിയിൽ അങ്ങ് സമാധാനപ്പെട്ടാണ് കേട്ടോ. ഇച്ചിരി കൂടെ വലിയൊരു ലോങ് ആയിട്ടുള്ള ലേസ് വരുന്ന കണക്കുള്ള ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു, അതെടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ ആയുധം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കളറിന് മാച്ചായിട്ടുള്ള കുറേ എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാ ഡ്രസ്സിനും ആ മുടി ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചീപ്പിയിട്ട് ഞാൻ ഈ ബണ്ണങ്ങിടും. പക്ഷേ എനിക്ക് കുറച്ച് നൈസായിട്ട് തോന്നിയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ എനിക്കിത് ഇഷ്ടമായി കേട്ടോ. അപ്പം വലിയ ഹെയർ സ്റ്റൈലൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കെട്ടിവെക്കും. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ അത് കിട്ടി. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് കുറച്ചിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിച്ചിടും. അപ്പോൾ ഒരു ഭംഗിയാണ്. അങ്ങനെ ഇട്ട് ഹാപ്പിയാണ്. ഫേസ് കണ്ട് അറിയാം വലിയ കുഴപ്പമില്ലെന്ന് തോന്നിയിട്ടുണ്ട്. കുഴപ്പമുണ്ടെങ്കിൽ ഏട്ടനാണ് കുഴപ്പം, കാരണം ഞാൻ ഊരി അഴിച്ച് നിൽക്കും. പിന്നെ ഒരു സ്റ്റോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോൾ ഞാൻ നമ്മുടെ ഇവിടെ പുത്തൂരിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. ഈ ഉടുപ്പിന് മാച്ചല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അതുപോലെ ഉടുപ്പ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയാണ്. ഞാൻ കാണിച്ചു തരാം. അടിപൊളിയല്ലേ? 300 രൂപയ്ക്കകത്താണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. 200 എത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്യാൻ നേരം ഇട്ടിരുന്നത് ഇതിൻ്റെ തന്നെ കളർ വേരിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഏട്ടൻ എന്താണ്ട് കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട്. ബെഡ് സെറ്റ് ചെയ്തിട്ട്
അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ടൊക്കെ പോകണം. ആ ഒരു ത്രില്ലാണ് ഞങ്ങൾ കേട്ടോ. അപ്പം എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കരുതിയപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഒരു തോർത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും എനിക്കത് കൊണ്ടുവന്നാൽ തിരിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ആ തോർത്തൊക്കെ മടക്കി അതിനകത്ത് വെച്ച് ചേച്ചിയുടെയൊക്കെ ഹോം സ്റ്റേയിൽ ആൾക്കാർ വന്നിട്ട് കുളം ആക്കിയിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ബെഡിലൊക്കെ അഴുക്കാക്കുക അങ്ങനത്തെ കാര്യങ്ങളല്ല, തറയിലൊക്കെ വെള്ളവും അതുപോലെ കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ചവിട്ടി തേച്ചിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. ആ ഒരു വിഷമം കണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്കിതെല്ലാം ക്ലീൻ ആക്കിയിട്ട് പോകണം. അങ്ങനെ എല്ലാം ഞങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് പോയത്. എന്ന് വെച്ചാൽ കഴുകി കൊടുക്കുന്നതല്ല, നമ്മളെ കൊണ്ടാവുന്ന വിധം വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ദാണ്ട മുകേഷനും അമ്പാടിയും ശ്രുതിയും ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിന് നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പം അയ്യോ, ഇനി ഇന്നൂടെ ഉള്ളല്ലേ 2 ദിവസത്തോടെ നിൽക്കാൻ. നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മൂന്നാർ വന്ന് ഒരു ദിവസം നല്ലൊരു സ്റ്റേ ഒക്കെ എടുത്ത് കുറേ നല്ല നിമിഷങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ റൂം വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ നല്ല വിഷമമാണ് കേട്ടോ. കാരണം അതെല്ലാം മെമ്മറീസ് ആയിട്ട് മാറി. ഇനി അങ്ങനൊരു നിമിഷം ഇല്ല. കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പം ഇതേണക്കുള്ള മെമ്മറീസാണ് നമുക്ക് ഒരു കയ്യിൽ നമുക്ക് കിട്ടാനുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ആ മെമ്മറീസ് ഹാപ്പി മെമ്മറീസ് ആണോ സാഡ് മെമ്മറീസ് ആണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതെല്ലാം ഹാപ്പി മെമ്മറീസ് ആക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നടക്കുന്ന വഴക്കെന്ന് പറഞ്ഞാൽ ഇനി ആരും വണ്ടി ഓടിക്കുന്നുള്ളതാണ്. അങ്ങനെ താക്കോൽ അങ്ങ് ഏട്ടനെ കൈമാറിയിട്ട് മുകേഷ് വണ്ടിയുടെ ബാക്കിലോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. അപ്പം ആ ഒരു ദിവസത്തെ ബാക്കി വിശേഷങ്ങളെല്ലാം കൂടെ ഞാൻ ഒരു വ്ളോഗിൽ ഇടുന്നതായിരിക്കും. അപ്പം അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ സീ യു. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കല്ല്. ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ടാറ്റാ.